ഹലോ എവ്രി വൺ. നമ്മൾ 5ാം ക്ലാസ്സുകാരുടെ 11th ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. വിത്തിൻ നമ്പേഴ്സ് എന്നുള്ളതാണ്. കഴിഞ്ഞ ചാപ്റ്റർ ഒരു ജിയോമെട്രി ബേസ്ഡ് ചാപ്റ്റർ ആയിരുന്നു അല്ലേ, ഷേപ്സ് ഒക്കെ ആയിട്ട്. പക്ഷേ ഈ ചാപ്റ്റർ നമ്പേഴ്സും നമ്പേഴ്സിൻ്റെ ബന്ധപ്പെട്ട കുറച്ച് റിലേഷൻസും പഠിക്കുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഞാൻ എല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസിൽ പറയുന്നുണ്ട്, നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ശരി. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്പിൾസ്. ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ടേബിളാണ്. നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് റോ 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. സെക്കൻഡ് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, 3ൻ്റെത്, 4, 5 അങ്ങനെ 9 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട് അല്ലേ. ബാക്കിയെല്ലാം അവിടെ ഇങ്ങനെ എന്താ പറയുക, ബ്ലാങ്ക് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കിവിടെ നോക്കാനുള്ളത് ഈ ഒരു മൾട്ടിപ്പിൾ എന്നുള്ള വേർഡ് പഠിക്കാനുണ്ട്. മൾട്ടിപ്പിൾ അതായത് ബൈ ദി മൾട്ടിപ്പിൾസ് ഓഫ് എ നാച്ചുറൽ നമ്പർ വി മീൻ ദി നമ്പർ ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് 1, 2, 3 എക്സെട്ര ബൈ ദാറ്റ് നമ്പർ. അതായത് ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾസ് ഓഫ് 2 എന്താന്ന് നോക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്ന ഈ നമ്പറിനെ 1, 2, 3, 4 എക്സെട്ര അങ്ങനെയുള്ള നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ നമ്പർ ഉണ്ടല്ലോ, അതാണ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 × 1 2, ഇത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 2 × 4 8, ഇതും 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ, ഒരു എണ്ണൽ സംഖ്യയുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ, ഇപ്പോൾ 2ൻ്റെ കേസാണ് പറയുന്നത് അല്ലേ, ആ നമ്പറിനെ 1, 2, 3, 4, 5, 6 അങ്ങനെയുള്ള നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ആൻസർ ഉണ്ടാവില്ലേ, അതാണ് അതിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 2 × 10 20 എന്താണ് 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ് 2ൻ്റെ കുറച്ച് മൾട്ടിപ്പിൾസ് പറയാൻ പറഞ്ഞാൽ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൻസേഴ്സ് ആണ് അതിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഇതെല്ലാം 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അടുത്ത് വന്ന 20, 22 ഇതൊക്കെ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇതെല്ലാം 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അടുത്ത് വരുന്ന 60, 66 ഇതൊക്കെ എന്താണ് 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. നോക്കിയാൽ ഇതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അടുത്തായിട്ട് വരുന്ന 40, then 44 ഇതൊക്കെ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിലാണ് അത് പോകുന്നത്. ഓക്കെ അല്ലേ. ദെൻ അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ 45 ആണ് വരേണ്ടത്, ഇവിടെ 35 എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ so we can say that in our table numbers in the second row are multiples of 2. അതായത് രണ്ടാമത്തെ ഈ വരിയിൽ കാണുന്ന നമ്പേഴ്സ് ഒക്കെ എന്താണ് മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ്. 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് നമ്പേഴ്സ് ഇൻ ദി തേർഡ് റോ ആർ മൾട്ടിപ്പിൾസ് ഓഫ് 3. മൂന്നാമത്തെ വരിയിൽ കാണുന്ന ഈ നമ്പറുകളൊക്കെ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതോടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ. ദെൻ വാട്ട് അബൌട്ട് ദി ഫസ്റ്റ് റോ? ഫസ്റ്റ് റോ എന്തായിരിക്കും? ഫസ്റ്റ് റോയിൽ നമ്പേഴ്സ് ഒക്കെ 1 എന്ന് പറയുന്ന 1ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഫസ്റ്റ് റോയിൽ കാണുന്ന നമ്പേഴ്സ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് ആണ് എനി നാച്ചുറൽ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1. അതായത് എല്ലാ എണ്ണൽ സംഖ്യകളും 1ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം ആ നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആ നമ്പറിനെ കിട്ടുന്നുണ്ട്. സോ എനി നാച്ചുറൽ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് 48 എ മൾട്ടിപ്പിൾ ഓഫ് 6? 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ 48 എന്ന്? ഉറപ്പായിട്ടുമാണ്. കാരണം എന്താ, 6 × 8 ആണ് 48. അതുകൊണ്ട് 6 എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 48. ഓക്കെ അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫോർ എക്സാമ്പിൾ വലിയ വലിയ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നോക്കാം അല്ലേ. ഫോർ എക്സാമ്പിൾ 102 is a multiple of 6. 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ 102? 102 നോക്കണം. അപ്പോൾ നമുക്കിപ്പോൾ 60 വരെ 10 × 6 60.
അത് നമ്മൾ ബൈ ഹാർട്ടായി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 102 102 എന്ന നമ്പർ 6ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 102 എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. 102 ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ റിമൈൻഡർ 0 വരണം. മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടണം, 0 കിട്ടണം. ഓക്കെ, സോ മനസ്സിലാക്കാം. എന്താ 102 ഈസ് ഈക്വൽ ടു 17 ഇൻറ്റു 6. 6 എന്ന് പറയുന്ന ഈ നമ്പറിനെ 17 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 102 102 കിട്ടുന്നത്. അപ്പോൾ 6ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 102. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ നമ്പേഴ്സ് വന്നിട്ട് ഇത് മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ പറഞ്ഞത് അതൊന്ന് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റിമൈൻഡർ എന്ത് കിട്ടണം, റിമൈൻഡർ മസ്റ്റ് ബി 0. റിമൈൻഡർ 0 ആയിരിക്കണം. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ അബൌട്ട് 268? 268 6ന്റെ മൾട്ടിപ്പിൾ ആണോ ഞാൻ ചോദ്യം. 268 6ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാത്ത നമ്പർ ആണെങ്കിൽ ഏത് നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് ആ നമ്പറിനെ ഏത് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണോ ചോദിച്ചത് ആ നമ്പറും ഡിവൈഡ് ചെയ്യുക. 268നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ ഇവിടെ എന്ത് കിട്ടി, 4 കിട്ടി. റിമൈൻഡർ 4 കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് ഒരു മൾട്ടിപ്പിൾ അല്ല. 268 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 6. അതായത് ഒരു നമ്പർ മറ്റൊരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ അതിൻ്റെ ഒരു ജനറൽ ഫോർമുലയാണിത്. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ അനദർ നമ്പർ. എന്താ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ, യെസ്, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ ഒന്നും തന്നെ ഉണ്ടാവില്ല അല്ലേ. ഓൾറെഡി പഠിച്ച കാര്യമാണിത്. ഡിവിസിബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, നമ്മളൊരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടണം. അത്തരം നമ്പേഴ്സ് ആണ് ഡിവിസിബിൾ എന്ന് പറയാം. ദി ഫസ്റ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദി സെക്കൻഡ് നമ്പർ. അതായത് അങ്ങനെ ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും, മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇഫ് ദർ ഈസ് എ റിമൈൻഡർ ഓൺ ഡിവിഷൻ ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ. നമ്മളിപ്പോൾ നമ്മുടെ 2 തെളിവുകളുണ്ട്. ഇതാണ് ഒന്നാം തെളിവ് അല്ലേ. 102നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 കിട്ടി. ഇതിനർത്ഥം എന്താണ്, ഇത് ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ആണെങ്കിൽ 6ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത്, 102. ഇവിടെ നോക്കിയേ, 268നെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, റിമൈൻഡർ 4 കിട്ടി. റിമൈൻഡർ 4 കിട്ടിയത് കൊണ്ട് തന്നെ ഇത് എന്തല്ല, 268നെ 6 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് 6ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ത്, 268. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. റിമൈൻഡർ 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിവിസിബിൾ ആണ്. ആ ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആ വലിയ നമ്പർ. 6ന്റെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ എന്ത്, 6ന്റെ മൾട്ടിപ്പിൾ ആണ് 102. ഇവിടെ എന്തല്ല, 6ന്റെ മൾട്ടിപ്പിൾ അല്ല 268. ഓക്കെ അല്ലേ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, റീകോൾ ഫ്രം ദി ലെസൺ നമ്പർ റിലേഷൻ ദാറ്റ് ഡിവിസിബിൾ ബൈ എ നമ്പർ മീൻസ് ഡിവിഷൻ ബൈ ദാറ്റ് നമ്പർ ലീവ്സ് നോ റിമൈൻഡർ. ഡിവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവാൻ പാടില്ല, റിമൈൻഡർ ഉണ്ടാവാൻ പാടില്ല. ഡിവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല, റിമൈൻഡർ ഉണ്ടാകാൻ പാടില്ല. റിമൈൻഡർ ഉണ്ടെങ്കിൽ, റിമൈൻഡർ 1 2 3 ഒക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണത് അതെന്തല്ല, ഡിവിസിബിൾ അല്ല. ആ നമ്പർ കൊണ്ട് ഡിവിസിബിൾ അല്ല മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കാനുള്ളത് ഈ ഫസ്റ്റ് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ സെക്കൻഡ് നമ്പർ എന്ന് നോക്കണം. ഫസ്റ്റ് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ സെക്കൻഡ് നമ്പർ ചെക്ക് ചെയ്യണം, നോക്കാം നമുക്ക്. അപ്പോൾ ചെക്ക് ചെയ്യാനുള്ള വഴി എന്താ പറഞ്ഞത്, ഡിവൈഡ് ചെയ്ത് നോക്കുക അല്ലേ. സോ 91 ഡിവൈഡഡ് ബൈ 7. നമ്മൾ 10 എടുക്കുമ്പോൾ 70, ദെൻ ഇവിടെ 1 2 21 വരുന്നുണ്ട്. സോ ഇവിടെ 3 എടുക്കാം. 7 × 3 21, റിമൈൻഡർ 0. അതുകൊണ്ട് ഇത് എന്താണ്, ഡിവിസിബിളും ആണ്. 7ന്റെ മൾട്ടിപ്പിൾ ആണ് 91. 7ന്റെ മൾട്ടിപ്പിൾ ആണ് 91. 7 × 13, 7 × 13 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 91 കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം 9ന്റെ മൾട്ടിപ്പിൾ ആണോ 127 എന്നാണ്.
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 127നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 127 ഡിവൈഡഡ് ബൈ 9. നമ്മളിവിടെ 10 എടുക്കുന്നുണ്ട്. സോ 90, ദെൻ 7, 37. നമ്മൾ 4 എടുത്താൽ 36 വരെ വരുന്നുണ്ട്. റിമൈൻഡർ 1 കിട്ടുന്നുണ്ട്. റിമൈൻഡർ 1 കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് എന്തല്ല, 127 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതുപോലെ തന്നെ 9ന്റെ മൾട്ടിപ്പിൾ അല്ല 127. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 136 12ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. സോ 136 ഡിവൈഡഡ് ബൈ 12. നമ്മൾ 10 എടുത്തു കഴിഞ്ഞാൽ 12 ഇൻറ്റു 10 120 വരുന്നുണ്ട്. ഇവിടെ 6 വരും, 16. അഗൈൻ 1 എടുത്തു കഴിഞ്ഞാൽ 12 വരെ വരുന്നുണ്ട്. റിമൈൻഡർ 4 വരുന്നുണ്ട്. സോ റിമൈൻഡർ 4 വന്നത് കൊണ്ട് തന്നെ 136 12 കൊണ്ട് ഡിവിസിബിൾ അല്ല. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ 12ന്റെ മൾട്ടിപ്പിൾ അല്ല 136. അടുത്ത ചോദ്യം. 225 15ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളതാണ്. 225 ഡിവൈഡഡ് ബൈ 15 ആണ്. 15 നമുക്ക് 10 എടുത്ത് നോക്കാം. അപ്പോൾ 150 വരുന്നുണ്ട്. ഇവിടെ 5 വരും. ദെൻ ഇവിടെ 75 വരും. 22 മൈനസ് 15 7 വരുന്നുണ്ട്. ദെൻ 15ൽ എത്ര 7 ഉണ്ടോ വെച്ചിട്ട് ദെൻ 5. ദെൻ 5 15s are 75. റിമൈൻഡർ 0. റിമൈൻഡർ 0 വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് ഡിവിസിബിളും ആണ്. അതായത് 225 15 കൊണ്ട് ഡിവിസിബിൾ ആണ്. തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ 15ന്റെ മൾട്ടിപ്പിൾ ആണ് 225. ഓക്കെ, അപ്പോൾ ഈ മൾട്ടിപ്പിൾ എന്നുള്ള വാക്കും ഡിവിസിബിൾ എന്ന വാക്കും നന്നായിട്ട് പറഞ്ഞു പഠിക്കണം. ചെറിയ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആ വലിയ നമ്പർ, അങ്ങനെ വരിക. വലിയ നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും ചെറിയ നമ്പർ. ഓക്കെ, എങ്ങനെയാണ് ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ശരി.